വിദ്യാഭ്യാസ രംഗത്ത് നാക് A+ ഗ്രേഡോടെ 70 വർഷത്തെ പാരമ്പര്യം. UG/PG റിസർച്ച് പ്രോഗ്രാമുകൾ, പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ഗുരുവായൂർ. ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോകാത്ത സ്കൂൾ ഓർമ്മകൾ പുതുക്കി തിരുനാവായ നവമുകുന്ദ ഹൈസ്കൂളിലെ 1978-79 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 45 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നു. ഓർമ്മകളിലെ വസന്തകാലം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. കാലം ഏറെ മുന്നോട്ട് പോയെങ്കിലും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത സ്കൂൾ ഓർമ്മകൾ പുതുക്കിയാണ് തിരുനാവായ നവമുകുന്ദ ഹൈസ്കൂളിലെ 1978-79 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 48 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നത്. ഓർമ്മകളിലെ വസന്തകാലം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. വൈകാരികമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചടങ്ങിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ ഡോക്ടർ ഇന്ദിര ഗോപിനാഥ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് ഈസ് സ്ട്രെങ്ത്. എനിക്കത് പറയാതെ ഒരു നിവൃത്തിയില്ല. അത് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബം പോലും നമ്മളുടെ ഒപ്പം നിൽക്കാത്ത സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഒപ്പം നിൽക്കും. അത് ഒരുപാട് സ്കൂൾ തൊട്ടിട്ട് കോളേജ് അങ്ങനെ അങ്ങേയറ്റം വരെയുള്ള ഒരു കൂട്ടായ്മ വല്ലാത്തൊരു സ്ട്രെങ്ത് തന്നെയാണ്. അത് പറയാതെ യാതൊരു നിവൃത്തിയില്ല. ഈ സതുദ്യമത്തിൻ്റെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ 66-67 ബാച്ചിലാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇതേപോലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പം നിങ്ങളുടെ ചുരുക്കം പേരുടെ ശ്രമവും ബാക്കിയുള്ളവരുടെ സഹകരണവും ഇന്നത്തെ ടെക്നോളജിയുടെ സഹായവും എല്ലാം കൂടിയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റിയതെന്ന് എനിക്കറിയാം. ഇതൊരു തുടക്കമാവട്ടെ, നിങ്ങൾ പരസ്പരം അങ്ങ് താങ്ങും തണലും ആവട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ മധുര സ്മരണകൾ പങ്കുവച്ച് ഡോക്ടർ ഇന്ദിര നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നവരെ പഴയ ഓർമ്മകളിലേക്ക് വീണ്ടും കൊണ്ടുപോയി. ഡോക്ടർ VKP മോഹൻ, പ്രവീൺ മാസ്റ്റർ തുടങ്ങിയവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. സൗഹൃദം പുതുക്കിയും പഴയകാല കഥകൾ അയവിറക്കിയും വിദ്യാർത്ഥികൾ ആ ദിനങ്ങൾ അവിസ്മരണീയമാക്കി. ഇതോടൊപ്പം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. സ്കൂളിൻ്റെ ഉന്നമനത്തിനായി പുതിയ പദ്ധതികൾ കൂട്ടായ്മ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ രാങ്ങാട്ടൂരിനെ പ്രസിഡന്റായും KP കൃഷ്ണകുമാർ പാഴൂരിനെ ജനറൽ സെക്രട്ടറിയായും പൂളയ്ക്കൽ ബീനാനെ ട്രഷററായും തെരഞ്ഞെടുത്തു.